തൃക്കരിപ്പൂർ MLA സന്ദീപ് വാര്യർക്ക് ഫോണിലൂടെ വധഭീഷണി. സംഭവത്തിൽ MLA ചന്ദേര പോലീസിൽ പരാതി നൽകി. ഉത്തർപ്രദേശിലെ വാരണാസിയിൽ നിന്നാണ് ഫോൺ കോൾ വന്നതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. This news sponsored by Bobby Chamanur International Jewelers, traditionally trusted for 162 years. മണ്ഡലത്തിലെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കാൻ യാത്ര ചെയ്യുന്നതിനിടെയാണ് ഫോണിലേക്ക് ഭീഷണി സന്ദേശം എത്തിയത്. അപരിചിതമായ നമ്പറിൽ നിന്നും കോൾ വരികയും ഫോൺ എടുത്തപ്പോൾ മറുതലക്കിലുള്ളയാൾ അസഭ്യം പറയുകയും ഒടുവിൽ വെടിവെച്ച് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയായിരുന്നുവെന്നും MLA ചന്ദേര പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു. കോളിന്റെ അവസാന ഭാഗം റെക്കോർഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെന്നും ഇതുമായി ബന്ധപ്പെട്ട് തനിക്ക് കടുത്ത ജീവഭയമുണ്ടെന്നും വ്യക്തമാക്കിയാണ് സന്ദീപ് വാര്യർ ചന്ദേര സ്റ്റേഷന്റെ ഹൗസ് ഓഫീസർക്ക് പരാതി നൽകിയത്. പരാതി ലഭിച്ചതിന് പിന്നാലെ പോലീസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ ഉത്തർപ്രദേശിലെ വാരണാസിയിൽ നിന്നാണ് ഫോൺ കോൾ വന്നതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ശ്രീ സന്ദീപ് വാര്യർ തൃക്കരിപ്പൂരിൽ മത്സരിച്ച് ചരിത്രത്തിലാദ്യമായി UDFന് വിജയം നൽകിയ പ്രിയങ്കരനായ ജനനേതാവാണ്. അദ്ദേഹം ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുകയാണ്. ഈ വധഭീഷണിക്ക് മുന്നിൽ സംഘപരിവാർ ശക്തികളാണ് എന്ന് കൃത്യമായി ഞങ്ങൾ ആരോപിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വിജയം എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങൾ അദ്ദേഹത്തെ ചേർത്തു പിടിച്ചതിൻ്റെ വിജയമാണ്. അത് തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് അതൊരു കമ്മ്യൂണിറ്റി തലത്തിൽ വർഗീയ തലത്തിൽ ചിത്രീകരിക്കാനുള്ള ശ്രമമാണ് ഈ ഭീഷണിപ്പെടുത്തിയ ആളുകളും അവരുടെ സംഘപരിവാർ ശക്തികളും ചെയ്യുന്നത് എങ്കിൽ ശക്തമായി തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതുപോലെ തന്നെ ഐക്യ ജനാധിപത്യ മുന്നണിയും ശക്തമായി നേരിടും എന്നാണ് പറയാനുള്ളത്. ഒരു കൊല്ലം സ്വദേശിയുടെ പേരിലാണ് ഈ സിം കാർഡ് എടുത്തിട്ടുള്ളതെന്നാണ് പോലീസിന് ലഭിക്കുന്ന സൂചന. സൈബർ സെല്ലിന്റെ സഹായത്തോടെ ഫോൺ നമ്പറിന്റെ ടവർ ലൊക്കേഷനും മറ്റ് വിശദാംശങ്ങളും ശേഖരിക്കാനുള്ള നടപടികളും ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.